വാസുക്കുട്ടൻ വന്നോ? എന്താ ഇവിടെ വിശേഷം? പാവത്തിനോട് ചോദിക്ക്. എന്താ ചേച്ചി, സാവിത്രിക്ക് സുഖമില്ലേ? ഓ, അവൾക്ക് അസുഖമൊന്നുമില്ല. പിന്നെ അവളൊന്ന് ഛർദിച്ചു. ഛർദിച്ചു? അവള് ഗർഭിണിയാവാസ. ജീവൻ വേണമെങ്കിൽ സത്യം പറഞ്ഞു. നീ ആരിൽ നിന്ന് ഗർഭിണിയായി? പറയടി. ഇനി അഭിനയം കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ചുറ്റികളിങ്ങനെ. എന്താ ഇത്? ചേച്ചി എന്താ സാവിത്രി? എന്താ വാസു? പറ. ചേച്ചി, ഇവളുമായി ഞാൻ ഇതുവരെ ബന്ധം പുലർത്തിയിട്ടില്ല. പിന്നെ ചോദിച്ചു നോക്കൂ അവളോട്. ഇവളെ ജീവനോട് വെച്ചിട്ടില്ല. എന്നാ പോഴത്തമായി പറയുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി. മിണ്ടിപ്പോകരുത്. വ്യഭിചാരിണികൾ രണ്ടിനെയും ഞാൻ ചുട്ടുകളെ. വാസു, അവിവേകം കാണിക്കരുത്. പെണ്ണൊന്നല്ലെങ്കിൽ മറ്റൊന്ന്. കുടുംബത്തിന്റെ അന്തസ്സ് മറക്കരുത്. അമ്മ കുഞ്ഞിലേ പറഞ്ഞതാ സ്ത്രീ മൂലം നശിക്കരുതെന്ന്. ചേച്ചിയോട് അന്നേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിവാഹമേ വേണ്ടെന്ന്. ക്ഷമിക്കൂ വാസു, ക്ഷമിക്കൂ. എന്തോന്ന് ക്ഷമിക്കാൻ ചേച്ചി? ഞാനാ വിളിക്കുന്നത്. വരൂ വാസു. എന്റെ പരദേവന്. കൊള്ളക്കാരി പറഞ്ഞുണ്ടാക്കുന്നതിനൊരു അഴക് വേണം. എന്റെ പെണ്ണിനെ നിങ്ങൾ വല വെച്ചിട്ട് തന്നതല്ല, അവരെ കണ്ട് മോഹിച്ച് കല്യാണം കഴിച്ചതാ. ഇവിടെ വന്നത് പിന്നെ എന്തെങ്കിലും ഒരു തെറ്റുകേട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറ. ഇല്ല. പിന്നെ എന്തിനാ ഈ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നത്? മുഖം ചൊവ്വല്ലാത്തതിന് കണ്ണാടി തല്ലിപ്പൊട്ടിച്ചുകൊണ്ടൊക്കത്തില്ല. എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. കമലാക്ഷി ദേഷ്യപ്പെട്ടുകൊണ്ട് ഫലമില്ല. സാവിത്രി, ചേച്ചിയോട് പറയൂ, നീ എങ്ങനെ ഗർഭിണിയായി? ഇതെന്തൊരു പോക്കണം കേട്ട ചോദ്യമാ. പെണ്ണുങ്ങൾക്ക് എങ്ങനെ ആ ഗർഭം ഉണ്ടാകുന്നതെന്ന് ചേച്ചിയോട് പറ മോളെ. ഞാൻ പായസം കുടിച്ചു ചേച്ചി. പായസം? ആ, പായസം തന്നെ. പുത്രകാമേഷ്ടിയാവും കൊണ്ട് കൗസല്യക്കും കൈകേയിക്കും സുമിത്രയ്ക്കും ഗർഭം ഉണ്ടായില്ലേ, അതുപോലെയാ. കഴിവേറി നിനക്ക് ഭ്രാന്ത. പായസം കഴിച്ച് ഗർഭം ഉണ്ടായോടി? ഇടി കുടുംബനാശി, നേര് പറ. അവളെ ഒന്നും ചെയ്യരുത്. ഇതിലെന്തോ പന്തികേടുണ്ട്. ഹലോ, ഡോക്ടർ ഗീത സ്പീക്കിംഗ്. ഞാൻ പി വി പിള്ളയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെ ഒരു ചെറിയ വിശേഷം ഉണ്ടായിരുന്നു. പറഞ്ഞാട്ടെ. അത് ഫോണിൽ കൂടി പറയാനുള്ളതല്ല. അത് ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഉടനെ വരുമല്ലോ. താങ്ക് യു. സാവിത്രി ഗർഭിണിയല്ല. പിന്നെ ഗർഭിണിയെന്ന് അഭിനയിക്കുന്നു. അഭിനയിക്കുന്നു? അതാണ് പ്രോബ്ലം. സ്യൂഡോ പ്രഗ്നൻസി എന്ന രോഗമുണ്ട്. അതായത് ഭാവനാഗർഭം. ഗർഭമുണ്ടെന്നൊരു തോന്നല് മാത്രം. വിശദമായ മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് തീർത്തു പറയാൻ പറ്റും. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോണിനോട് ഞാൻ കൺസൾട്ട് ചെയ്യാം. നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ഗൈനക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം. Okay, you send somebody to the dispensary. I write down the case sheet and give a letter to Dr. John. താങ്ക് യു. ചേച്ചി, മാധവനെ ഡോക്ടറുടെ ഡിസ്പെൻസറിയിലേക്ക് അയക്കണം. ഡോക്ടർ ജോണിന് ഇവരൊരു ലെറ്റർ. ശരി. Okay, take. എവിടെയെങ്കിലും വെളിക്കോട്ട് പോകുന്നുണ്ട് കൊടറ കയറി. പിന്നെ കുഴഞ്ഞാട്ടം കണ്ടില്ലേ? എനിക്ക് മരിച്ചോ ഭഗവാന്. ഉള്ളതിന് ഒരു വയസ്സ് കഴിഞ്ഞിട്ടില്ല, അടുത്തതിന്റെ ശിലാസ്ഥാപനവും കഴിഞ്ഞു. എന്താ ഗുരുവായൂരപ്പ, വേണമെന്ന് വെച്ച് ഞാൻ ഒരു തെറ്റും ചെയ്തതല്ലേ. ഇത് കേട്ടാ തോന്നുന്നു പോയി സമ്പാദിച്ചോണ്ട് വന്നതാണെന്ന്. ഇതൊക്കെ ഒരു കണിതമാശല്ലേ, വെറും ഒരു കിളിമാസ് കുന്തം. നിങ്ങളൊന്ന് നോക്കിക്കേ. ആ മുതലാളിയാണെങ്കിൽ കാലം ഇത്രയും കാത്തിരുന്നിട്ട് അവര് പെണ്ണിനെ കൊണ്ടുവന്നത്. എന്നിട്ട് എന്നാ വല്ലതും ആയോ ഇതുവരെ? എടീ, വയസ്സുകാലത്ത് കൊച്ചു പെണ്ണിനെ കൊണ്ടുവന്നാൽ ഇങ്ങനെ ഇരിക്കും.
അവര് വല്ല ഗുളികയും നിരോധവും ഒക്കെ കഴിക്കുമായിരിക്കും. ഇത് നിരോധം കഴിക്കുകയല്ല, അത് ധരിക്കുക. പണക്കാർക്ക് എവിടെ നിരോധനത്തിന്റെ ആവശ്യം? ആ കൊച്ചമ്മയ്ക്കാണെങ്കിൽ വേറെ ഒരു വിചാരവും ഇല്ല. എന്നോ ഒന്ന് ചോദ്യമാ, ഉണ്ടോ ഉണ്ടോന്ന്. അതിനതിന് ആ കുഞ്ഞിനൊട്ട് ഉണ്ടാകുന്നതുമില്ല. എടീ, ഇതേ പ്രകൃതിയുടെ കളിയാ. മറികടന്നാ മതി. വേണ്ട, കാറ്റുവാക്കിന് ഇരുന്നാ മതി. വേണ്ടാത്തവന്റെ പെടലിക്ക് വേണ്ടുന്നവനൊട്ട് കിട്ടുന്നില്ല. ആ ഇന്നാളേ ആ കുഞ്ഞിന്റെ അമ്മയൊക്കെ വന്നപ്പോ പറയുന്നത് കേട്ടു, അതിനെ ഡാക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നൊക്കെ. എന്തിനാ? എടീ, ഇപ്പൊ എല്ലാം കൃത്രിമമല്ലേ. ആ പശു കണ്ടവാനം കിടന്ന് അമർന്നല്ലോ. പാവല്ലയോ, അത് ചെനക്കോളിനോ മറ്റോ ആയിരിക്കും. ആ ബ്ലോക്കിൽ എങ്ങാനും കൊണ്ടുവന്ന് കുത്തിവെപ്പിച്ചാലെന്താ? എന്നാലേ അതേ ഒരെണ്ണം ചെയ്യിക്കാം. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം ഡാക്ടറെ. മിസ്റ്റർ പി വി പിള്ളയല്ലേ? അതെ. ഡോക്ടർ വിളിക്കുന്നു. തള്ളേ, അവിടെ നിൽക്കേ. തള്ളയോ? നിങ്ങളിപ്പോ അങ്ങോട്ട് പോകണ്ട. അതെന്താ നേഴ്സ്, എന്റെ മോടെ കൂടെ എനിക്ക് കയറി പൊയ്ക്കൂടായോ? പോകാം, പക്ഷെ അങ്ങേരൊരു വല്ലാത്ത മനുഷ്യനാ. പരിശോധനയ്ക്ക് സ്ത്രീകൾ ഒറ്റയ്ക്ക് ചെല്ലുന്നതാണ് ഇഷ്ടം. പിന്നെ വേണമെങ്കിൽ കൂട്ടിനൊരാളോടാകാം. അതാണ് ചട്ടം. ഇതൊരു വല്ലാത്ത ചട്ടമാണല്ലോ. ആട്ടെ, മോക്ക് എന്നാ സൂക്കേടാ? ഗർഭം, കള്ളഗർഭം. കള്ളഗർഭമോ? ആ, ഗർഭമുണ്ടെന്നൊരു തോന്നല്. എന്നാൽ അതൊട്ടില്ല താനും. ഓ, സ്യൂഡോ. ചൂടോ? അതൊരു ദീനത്തിന്റെ പേരാ. ആട്ടെ, ഈ ഡോക്ടർ സുഖമാക്കുമോ? കൊള്ളാൻ സുഖമാക്കുമോന്ന്. ഇത്തരം ദീനങ്ങളൊക്കെ അങ്ങേരുടെ കയ്യിൽ കിട്ടിയ പരിപൂർണ സുഖമാക്കാതെ ഇതുവരെ ഒറ്റ ആളിനെ അങ്ങേര് വിട്ടിട്ടില്ല. ഡോക്ടർ സാർ, എനിക്ക് ഗർഭമുണ്ടല്ലേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? ആ ലേഡി ഡോക്ടർ, അവർക്കൊന്നും അറിയില്ല. അതെ അതെ, അവർക്കൊരു വസ്തു പറഞ്ഞുകൂടാ. മിസ്റ്റർ പിള്ളേ, സാവിത്രിയുടെ അമ്മ എവിടെ? അവർ പുറത്തു നിൽപ്പുണ്ട്. നേഴ്സ്, സാവിത്രിയെ അവരുടെ അമ്മയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. വരൂ. മിസ്റ്റർ പിള്ളേ, വിശദമായ ഒരു മെഡിക്കൽ ചെക്കപ്പിന് ശേഷമല്ലാതെ ഒന്നും പറയാൻ നിവൃത്തിയില്ല. 1-2 ആഴ്ചയെങ്കിലും ഇവിടെ താമസിക്കേണ്ടതായി വരും. അത് സാരമില്ല, എങ്ങനെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ച് കിട്ടണമെന്നേ ഉള്ളൂ. Let us try. Next. സാവിത്രിയെ ഉടനെ അഡ്മിറ്റ് ചെയ്തേക്കും. ഡോക്ടർ, എനിക്കിവിടെ നിൽക്കാൻ തീരെ സമയമില്ല. എസ്റ്റേറ്റിൽ ലേബർ ട്രബിളാണ്. മിസ് പിള്ളേർ കാര്യം ചെയ്യൂ, ഉടനെ പോയിക്കോളൂ. ഇവിടെ അമ്മയൊക്കെ ഉണ്ടല്ലോ, ബാക്കി ഞാനും ഏറ്റു. താങ്ക് യു. ഡോക്ടറെ പിടിച്ച് ഔട്ടാക്കിയോ? നേഴ്സേ, എന്നെ എപ്പോഴും തള്ളകാരെന്ന് വിളിച്ചാലുണ്ടല്ലോ. ഇറ്റ് ഈസ് പ്യൂർലി എ സൈക്കോളജിക്കൽ പ്രോബ്ലം. നമുക്ക് ആ ഡോക്ടർ മുകുന്ദനെ ഒന്ന് വിളിക്കാം. എന്താ ഈ സമ്മാനമൊന്നും എനിക്ക് വേണ്ട. ഞാനേ സൂക്കേട് ഭേദമാകുമ്പം ബില്ല് അയക്കും. ആ രൂപ ഇനി എന്നിട്ടാ മതി. ഒന്നും പരിശോധിക്കാനില്ല. ഞാൻ നല്ലോണം പരിശോധിച്ചിട്ടുള്ളതാ. ഞാൻ തന്ന മരുന്നില്ലേ, അത് പതിവായിട്ട് കഴിച്ചാ മതി. അത് വേണ്ട, എനിക്കറിയാം. ഇത് വല്ല ബിസ്ക്കറ്റോ ചിപ്സോ ഒക്കെ ആയിരിക്കും എനിക്കറിയാം. കേട്ടോ? ഇല്ല, മലം പരിശോധിക്കാൻ കൊണ്ടുവന്നു. വളരെ തിരക്കില്ല. എങ്ങനെയായാലും ഡോക്ടർ ജോൺ തന്നെ എന്റെ ഭാര്യയുടെ പ്രസവം എടുക്കണം. അതെനിക്ക് നിർബന്ധമാണ്. അയ്യോ, യാതൊരു രക്ഷയില്ല. അദ്ദേഹം ഒരു വലിയ റിസർച്ചില. എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ ഒന്ന് കാണിക്കണം. നോക്കട്ടെ. എന്റെ മോളകത്തുണ്ടോ? ഉണ്ട്. റിസർച്ച് പൊടി പൊടിക്കുക, പരിശോധിക്കുകയായിരിക്കും. ഓ, താമസമുണ്ട്. താമസമുണ്ടെന്ന് പറഞ്ഞാലേ ഇവിടെ വേറെ എത്ര രോഗികൾ ഇരിക്കുന്നു? അത് എന്നോട് എന്തിനാ പറയുന്നേ? നീയല്ലേ അകത്തെ ആള്. ദേ, അനാവശ്യം പറയരുത് കേട്ടോ. എന്താ ഇവിടെ? ഒരു ഡെലിവറി കേസ്. ഒരു ഡെലിവറി അല്ലേ, ഇവിടെ പല ഡെലിവറികളും നടക്കും. ഇവിടെ ഒരുപാട് ഡോക്ടർമാരുണ്ടല്ലോ.
എല്ലാ കേസിലും ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യണോ? ഈ ഗോ ആൻഡ് മീറ്റ് ഡോക്ടർ രാജമ്മ. സിസ്റ്റർ പേഷ്യന്റ് ട്രോളി ഡെലിവറി ആയി. അയ്യോ, അതങ്ങ് നടന്നോ? എന്റെ ഒരു കേസ് പോയല്ലോ. ഡോക്ടർ എവിടെ? അതവിടെ റിസർച്ച് അല്ലേ, റിസർച്ച്. ഏതായാലും സരസമ്യ ഭാഗ്യവതി. അവളല്ലേ ഇതിന്റെ എല്ലാം മാപ്പുസാക്ഷി. ചേച്ചി, ഫൈനോ ഫൈൻ പിക്കിള് തീർന്നു. ഒരു കുപ്പി കൂടി കൊടുത്തായിരിക്കും. നീ ഇത് കുടിക്കും. വേണ്ട, ഒന്നും കഴിക്കാത്തോണ്ടായി ക്ഷീണം. ഏത് നേരവും ഈ കിടപ്പ. അവിടെ മുഖം ഒന്ന് തെളിയണമെങ്കിൽ ഡാക്ടറെ കാണണം. കുടിക്കുമോളെ, കുടിക്ക് സാവിത്രി. വേണ്ട ചേച്ചി. കിടന്നോളൂ. ഒന്നും കഴിക്കുന്നില്ല ഡോക്ടറെ. ഇനി ഓറഞ്ച് നീര് കൊടുത്തിട്ടും അവക്ക് വേണ്ട. കുടിക്കൂ സാവിത്രി. ഇനി നിങ്ങൾ അല്പസമയം വെളിയിൽ പോയി നിൽക്കണം. ആരാന്ന് തോന്നുന്നു. കേട്ടില്ലേ വന്നപ്പോൾ ശബ്ദം? കൊച്ചേട്ടനായിരുന്നു. കൊച്ചേട്ടാ, ഇതൊന്നിട്ടതാ കൊച്ചേട്ടാ. ഓ, ഇതൊന്ന് ഇട്ട് പറയാനേ. ഒന്ന് വേഗം ഇടാനല്ലേ പറഞ്ഞത്. ഞാൻ ഇതോടെ ഒന്ന് മാറിയേച്ച് വരട്ടെ കേട്ടോ. Mind you, I am doctor, you are nurse. There is no mara between us. നമ്മുടെ ഇടയിൽ മറയേ വേണ്ട. ഞാൻ രാവിലെ വിചാരിച്ചു കൊച്ചാട്ടം വരുമെന്ന്. കാരണം തുടിച്ചു. എന്തോന്ന്? എന്റെ ഇടത്തെ കണ്ണ് ശകുന്തളാരെ തുടിച്ചതുപോലെ എന്തനിടന്ത് തോളം കണ്ണും തുടിപ്പതെന്ന പരുവതെന്ത് കിളിയേ. അപ്പോഴേ കേട്ടോ കൊച്ചാട്ടാ, നമ്മുടെ ഡോക്ടർ ജോൺ ഉണ്ടല്ലോ, ആ പരസമ്മയെ വെച്ചാ ഇപ്പൊ റിസൾട്ട്. മനുഷ്യര് പറയുന്നത് കേക്കണം. എന്റെ കൊച്ചാട്ടാ, എന്റെ തൊലി ഉരിഞ്ഞു പോവാ. നമ്മുടെ പ്രൊഫഷൻ തന്നെ ഷെയിം. അപ്പോഴേ ഞാൻ പറഞ്ഞ കാര്യത്തില് യാതൊരു രക്ഷയില്ല. ആ ഡോക്ടർ ജോൺ ഉണ്ടല്ലോ, പെറ്റ പട്ടിയെ പോലെ ആശുപത്രിക്ക് ചുറ്റും നടക്കുന്നത്. കള്ളം കണ്ടുപിടിക്കാൻ കുറച്ച് APC പോലും കടത്താൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാ കടത്താതെ പറ്റുമോ? അതാ ഞാനും വിചാരിക്കുന്നത്. എന്താ ഒരു പോംവഴി? നമുക്ക് കയ്യിൽ എടുത്താലോ? ആരെ? ഡോക്ടർ ജോണിന്. ആ പണിയും നോക്കി ഒന്ന് വെട്ടിൽ വീഴണ്ടേ? ഒന്ന് വന്നേ നീ. ഹവാരി സാവിത്രി. ഡോക്ടർ എന്നെ പരിശോധിക്കണ്ട. ഡോക്ടർ ജോൺ മാത്രം എന്നെ പരിശോധിച്ചാൽ മതി. സർ, ഡോക്ടർ ജോൺ പറഞ്ഞിട്ടുണ്ട് സാവിത്രി വരെ ആരും അറ്റൻഡ് ചെയ്യരുതെന്ന്. ഓ, ഐ സി. സാവിത്രി, സർ, ഡോക്ടർ 3 വെയിറ്റ് ചെയ്യുന്നു. വരാൻ പറയും. Hello, good morning, doctor. Good morning. Please sit down. How is Savitri? She is improving. Good. നാടകത്തിൽ അഭിനയിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട് തന്നെ കാരണം. അപ്പോൾ മനഃശാസ്ത്രം വിജയിച്ചു എന്ന് പറയൂ ഡോക്ടർ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ഓക്കെ.